ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ്. അങ്ങനെ നമ്മൾ എവിടെ പോവാണ്? വണ്ടർല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി എനർജിയിൽ തുടങ്ങേണ്ട ഒരു വീഡിയോ ആണ്. ഒന്നുമല്ല, നമ്മൾ വണ്ടർലയിൽ പോകുന്നൊരു ട്രിപ്പാണ്. അപ്പോൾ അത് കൊച്ചി വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് വെളുപ്പിനാണ് കേട്ടോ. വെളുപ്പിന് ഇവിടെ നിന്നൊരു 4 hours ട്രാവലിംഗ് ആണുള്ളത്. അപ്പോൾ നമ്മൾ വെളുപ്പിനാണ് പോകുന്നത്. ഒരു 5:30-6 മണി ആ ഒരു ടൈമിൽ ഇത്തായും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മച്ചി അവരുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ ബാഗ് എടുത്ത് വെച്ചിട്ട് യാത്ര തുടങ്ങി. പല പല കാഴ്ചകൾ കണ്ടു. ലാസ്റ്റ് ഞാൻ വണ്ടർലയിൽ പോകുന്നത് 1 year മുന്നെയാണ്. അത് ഫ്രണ്ട്സുമായിട്ട് പോയതാണ്. അപ്പോൾ ഓരോ ട്രിപ്പും ഓരോ മെമ്മറീസ് ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ആര്യാസ് ആണ്. ചെങ്ങന്നൂർ എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആര്യാസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അവർ സെർവ് ചെയ്തു. അത് ഓപ്പണായി വരുന്നേ ഉള്ളായിരുന്നു. എന്നാൽ പോലും നല്ല സ്പീഡിന് ഫുഡ് സെർവ് ചെയ്തായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ, നെയ്റോസ്റ്റും ഇഡ്ഡലിയും ഒക്കെയാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളൊരു ചൂട് ചായയും കൂടെ കുടിച്ചപ്പോൾ നമ്മൾ ഓക്കെ ആയി. എനർജി വീണ്ടും വന്നു. ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് വീണ്ടും എനർജി കിട്ടി. അങ്ങനെ നമ്മൾ വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് കട്ട് വഴിയാണ് വന്നത്. അതായത് നമ്മൾ സിറ്റി ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ കൂടുതലും ട്രാവൽ ചെയ്തത് കുറച്ചുകൂടി ഉള്ള ഏരിയയിലാണ്. അതായത് സിറ്റി ട്രാഫിക് ഒന്നും ടച്ച് ചെയ്യാതെയാണ് പോയത്. അപ്പോൾ നമുക്ക് ശരിക്കും വണ്ടർല എത്തുന്നതേ അറിയുന്നില്ലായിരുന്നു. നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ഡ്രസ്സിൻ്റെ സ്റ്റോൾസ്, ഇതിനിടയ്ക്ക് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ കയറി. അതായത് മുച്ചിക്കും മാമിക്കും ഒക്കെ ഇടാനായിട്ട് ട്രാക്ക് പാൻസും ടീഷർട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു, ക്യാബൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വണ്ടർല എത്തി. ഇപ്പോൾ ലാഹിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കാണണം. ലാഹി അത്രയ്ക്കും കുറേ നാളായിട്ട് കാത്തിരുന്നതാണ് ഈ ഒരു ട്രിപ്പ്. നമ്മൾ വണ്ടർലയിലെത്തി. നമ്മൾ എന്തായാലും ഇനി ബാക്കി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാമിലി ആയിട്ട് പണ്ട് വന്നത് വീഗാലാൻഡ് ആയിരുന്ന ടൈമിലാണ് നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നത്. വണ്ടർല ആയതിനു ശേഷം ഇപ്പോഴാണ് ഫാമിലി ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മിക്കുള്ളവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. ബർത്ത്ഡേ ഉള്ളവർക്ക് ആ മന്ത് ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു buy 1 get 1 ഫ്രീ ടിക്കറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇത്താൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി ആയിരുന്നു. അപ്പോൾ ഫെബ്രുവരി ആ ഡേറ്റ് അല്ലെങ്കിൽ പോലും ആ മന്ത് ഫുള്ളും ഫെബ്രുവരി ബർത്ത്ഡേ ഒരാൾക്കും കൂടി ടിക്കറ്റ് ഫ്രീ ആണ്. ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ടിൽ നമുക്ക് 2 ടിക്കറ്റ് കിട്ടും. buy 1 get 1 ഫ്രീ ഓഫർ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൈറ്റിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം വരേണ്ട ഡേയ്സ് ആണ്. മെയിൻലി നമ്മൾ പോയത് ഫ്രൈഡേ ആണ്. ഒരിക്കലും നിങ്ങൾ ഫ്രൈഡേ ചൂസ് ചെയ്യരുത്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ ഫുൾ റഷാണ്. നോർമലി അവിടെ 2000 ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോയ ഡേ അവിടെ 5000 ആളുകളുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി സ്റ്റുഡൻസ് ആയിരുന്നു. ഒരുപാട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് റഷും ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്തായാലും ഫാസ്റ്റ് ട്രാക്ക് ചൂസ് ചെയ്യാം. നമുക്കത് പറ്റിയില്ല. ഫാസ്റ്റ് ട്രാക്ക് ചൂസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ ഡേയ്സ് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ മൺഡേ, ട്യൂസ്ഡേക്കാണ് റഷ് കുറവ്. വെനസ്ഡേ എന്തോ ഓഫർ ഉള്ളതുകൊണ്ട് വെനസ്ഡേയും കുറച്ച് റഷ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നിങ്ങൾ ചൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്കത് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എല്ലായിടത്തും നല്ല റഷായിരുന്നു. ഫാമിലി ഇല്ലായിരുന്നു, ഫുൾ സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതലും.
എങ്ങനെയൊക്കെയോ നമ്മൾ ഓടി നടന്ന് കുറച്ച് റൈഡുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഫാമിലി ആയിട്ട് പോകുമ്പം അത് വേറൊരു ഫീൽ തന്നെയാണ്. നല്ല രസമായിരുന്നു. അത്യാവശ്യം നമുക്ക് തിരക്കില്ലാത്ത റൈഡ്സ് ഒക്കെ നോക്കി നമ്മൾ ആദ്യം ചൂസ് ചെയ്തു. കാരണം ബാക്കി നിന്നാലും നമുക്കൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡ് കൂപ്പൺ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും എടുക്കണം കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നവരായാലും ഓൺലൈനിൽ എടുക്കുന്നവരായാലും ഫുഡ് കൂപ്പൺ എന്തായാലും ആഡ് ചെയ്യുക. അല്ലാതെ ഫുഡ് വാങ്ങുന്നതിനേക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് ഇങ്ങനെ ഒരു കൂപ്പണിൽ കിട്ടുന്നത്. അതിൽ നമുക്കുണ്ടായിരുന്ന 2 ഓപ്ഷനാണ് ഫ്രൈഡ് റൈസും ബിരിയാണിയാണ്. അപ്പോൾ ലാഹി ഫ്രൈഡ് റൈസ് ചിക്കൻ ചില്ലിയോ അങ്ങനെ എന്തോ ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതാണ് ലാഹി ചൂസ് ചെയ്തത്. ബാക്കി നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണിയെ ചൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ നമുക്ക് പെപ്സിയോ കോളയോ അങ്ങനെ എന്തെങ്കിലും ഒരു കപ്പ് കിട്ടും. പിന്നെ നമുക്ക് ഈ ഫുഡ് കൂപ്പണിൻ്റെ കൂടെ ഉള്ളത് ടീയും സ്നാക്സും ആണ്. അത് ഒരു 4 മണി ടു നമുക്ക് 6-7 മണി വരെ അവിടെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ നമ്മൾ വാട്ടർ സ്പോർട്സ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫാമിലി ആയിട്ട് കുറച്ച് വാട്ടർ റൈഡ്സിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. മാമിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പം മാമീനെ നമ്മൾ മാക്സിമം കംഫോർട്ടാക്കിയിട്ട് ഓരോ വാട്ടർ റൈഡ്സിലും കൊണ്ടുപോവാണ്. മച്ചി നല്ല ത്രില്ലായിരുന്നു, മച്ചി നല്ല വൈബിൽ നിൽക്കുവാണ്. അപ്പോൾ മാമിക്ക് വെള്ളത്തിൻ്റെ ഒരു കാര്യം ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ 1-2 റൈഡിൽ കയറിയപ്പോൾ അതെല്ലാം ഓക്കെ ആയി. അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ചെറിയ ചെറിയ റൈഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വാട്ടർ റൈഡ്സിലൊക്കെ കയറുമ്പോൾ എനിക്കൊന്ന് കുറച്ച് ഓക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ നടന്ന് വീണ്ടും പിന്നെ ലാഹിയും കാക്കായും കൂടി പൂളിൽ പോയി. വേവ് പൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് പോയി. നമ്മൾ കുറച്ച് ടൈമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് റൈഡ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ഇത്തായും മാമിയും മിച്ചിയും കൂടി ഇങ്ങനെ മാറുവാണ്. നമ്മൾ അപ്പോൾ വന്നപ്പോൾ കുറച്ചെങ്കിലും ക്യൂ ഇല്ലാത്തത് മാവറിക്കിൽ മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ കയറുവാണ്. ഇത് മാത്രമാണ് ശരിക്കും പറഞ്ഞൊരു അഡ്വഞ്ചറസ് റൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം ഒരു നോർമൽ റൈഡ്സിലാണ് നമ്മൾ കയറിയത്. ബാക്കി കുറച്ച് സ്പേസ് കണ്ടോ. റീകോയിൽ അന്ന് ഓൺ അല്ലായിരുന്നു. എന്തെങ്കിലും കംപ്ലയിൻറ്റോ എന്തെങ്കിലും ആയതായിരിക്കും. അന്ന് റീകോയിൽ ഓൺ അല്ലായിരുന്നു. പിന്നെ നമുക്ക് സ്പേസ് കണ്ടിൽ കയറാൻ പറ്റിയില്ല. ഒരു ടവർ പോലത്തെ ആ ഒരു റൈഡിൽ കയറാൻ പറ്റിയില്ല. അതൊക്കെ നല്ല റഷായിരുന്നു. പിന്നെ ഇത് മാത്രമായിരുന്നു കുറച്ചും കൂടെ ഫുഡ് കഴിച്ച് വാട്ടർ റൈഡ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോക്കിയപ്പോഴും ഇതിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരം നിന്നിട്ടായാലും നമ്മൾ ഇതിൽ കയറിയപ്പോഴാണ് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ഫീൽ വന്നത്. ഇതെന്തായാലും അടിപൊളിയായിരുന്നു. വിമാനാണ് അപ്പൊ പോവാല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കി കാവടി കളിച്ചു പോയ ആളാ പ്രാചരിയായിട്ട് കിടക്കണ കണ്ടില്ലേ? ഇതൊക്കെ എന്ത് താഴ്ത്തു എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരള കൗതുക ലേശം കൂടുതലാണ്. എന്തോ വരാൻ പോകുന്നു അവന്റെ കരുത്ത് സഹിക്കാൻ പറ്റില്ലടോ. എവിടെയോ എന്തോ തകരാറ്. എന്തായാലും മാക്സിമം പറ്റുന്ന മെമ്മറീസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. കാരണം അറിയാലോ നമുക്ക് വാട്ടറിൽ ഇറങ്ങുമ്പോഴും റൈഡിൽ ഇറങ്ങുമ്പോഴും നമുക്ക് എപ്പോഴും ഫോൺ ഹോൾഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ഒരു കേസ് ഞാൻ അത് കയറിയപ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനവിടെ ഒരു 350 റുപ്പീസാണ്.
വണ്ടർലയുടെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേസാണ്, വാട്ടർ പ്രൂഫ് കേസാണ്. അത് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു, കാരണം ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ തന്നെ പറ്റിയത് ആ ഒരു കേസ് കൊണ്ടാണ്. അത് അവിടെ 350 റുപ്പീസാണ് ആയത്. അപ്പോൾ ഞാൻ ലാഹിയും മച്ചിയും കൂടി വണ്ടർ സ്പ്ലാഷിൽ കയറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം വിശന്നു. അങ്ങനെ നമ്മൾ പാനിപൂരിയും ചോക്ലേറ്റ് ബ്രൗണിയും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവരും കൂടെ വന്നപ്പോൾ നമ്മൾ പിന്നെ ടീക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് കട്ട്ലറ്റ്, സമൂസ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടി. ടീ ഓർ കോഫിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തിറങ്ങിയപ്പോൾ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ വഴിയിൽ നമുക്ക് ഒരുപാട് ഹോട്ടൽസും ക്ലോസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹോട്ടൽസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നമ്മൾ നെറ്റിൽ പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ ചോദിച്ചു. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണ് സമോവർ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ നൈറ്റ് ടൈമിലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, അഫോർഡബിൾ ആയിരുന്നു. ഇത് വരുന്നത് പള്ളിക്കത്തോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്, വരുന്ന വഴിയിലുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഡിന്നറും കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 11-12 മണിക്കിടയ്ക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.